ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ ഇന്ന് ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പഠനത്തിൽ അല്ലെങ്കിൽ ഈശോ ആ കാര്യം പങ്കുവയ്ക്കുമ്പോൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത്രേ. രണ്ട് കാര്യങ്ങൾ പറയുക. ഒന്ന്, ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇത് ഭൗമികമായ ഒരു അപ്പമല്ല എന്ന് പറയുക. ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഇത് ദൈവം തന്നെയാണ്. രണ്ടാമത് പറയുകയാണ്, ഇത് ലോകത്തിന് ജീവൻ നൽകുന്നു. ഇത് വെറുതെ ശരീരം പോഷിപ്പിക്കുന്ന ഒരു അപ്പമല്ല, ഇത് ജീവൻ നിലനിർത്തുന്ന ഒരു അപ്പമാണ്. അത് ക്രിസ്തുവാണ്, ജീവൻ്റെ അപ്പം. ഈ പ്രഭാതത്തിലൊന്ന് ചിന്തിക്കണമേ. ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ നീ ജീവിതത്തിൽ എപ്രകാരമാണ് സ്വീകരിക്കുക? ഈ അപ്പം ഇത്രത്തോളം ജീവൻ നൽകുന്നുണ്ടെങ്കിൽ, ഈ അപ്പം സ്വർഗത്തിൽ നിന്നാണ് വന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് നിൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാനായിട്ട് നിന്നെ അത് ശക്തിപ്പെടുത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. നീ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ജീവൻ്റെ അപ്പമായ നിന്നെ സ്വീകരിക്കുവാനായിട്ട്, ആ ബോധ്യത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.